നമസ്കാരം. തിരുവാതിര നക്ഷത്രക്കാർക്ക് 2025 എന്ന പുതുവർഷത്തിൽ പ്രതീക്ഷിക്കാത്തതായ ചില കാര്യങ്ങൾ സംഭവിക്കുന്നതായ സമയം കൂടിയാകുന്നു. ഞാൻ ഈ പരാമർശിക്കുന്ന കാര്യങ്ങൾ പൊതുഫലപ്രകാരം നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കാവുന്നതാണ്. ജാതകപ്രകാരം വ്യത്യാസങ്ങൾ വന്ന് ചേരാവുന്നതുമാകുന്നു. ഏവരും ഈ വർഷം ഏറ്റവും ശുഭകരമായി തീരണം എന്നും ദുഃഖ ദുരിതങ്ങൾക്ക് അറുതി ഉണ്ടാകണം എന്നും ഇഷ്ടദേവതയോട് പ്രാർത്ഥിച്ചുകൊണ്ട് ഇഷ്ടദേവതയുടെ നാമങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുവാൻ ശ്രമിക്കുക. പ്രവർത്തന ഊർജം നിങ്ങൾക്ക് കൈവരും. ഒപ്പമുള്ളവരെ മാത്രമല്ല എതിരാളികളെ പോലും വിസ്മയിപ്പിക്കുവാൻ സാധിക്കും. എതിരാളികൾക്ക് മുൻപിൽ പോലും നിങ്ങൾക്ക് വിജയങ്ങൾ നേടുവാൻ സാധിക്കും. അവരെ നിഷ്പ്രഭരാക്കി മാറ്റുവാൻ സാധിക്കുന്നതായ പ്രവർത്തനങ്ങൾ പല അവസരങ്ങളിലും നിങ്ങൾക്ക് കാഴ്ചവെക്കുവാൻ സാധിക്കുന്നതായ ഒരു വർഷം. അതിനാൽ ഏതൊരു പ്രശ്നം വരികയാണ് എങ്കിലും തളർന്നു പോകാതെ അതിനെതിരെ പോരാടി വിജയിക്കുവാൻ നിങ്ങൾ ശ്രമിക്കേണ്ടത് അനിവാര്യമാണ്. പോസിറ്റീവായ ഊർജം നിങ്ങളിലേക്ക് വർദ്ധിപ്പിക്കേണ്ടത് അനിവാര്യമാണ്. അത് ഈ വർഷം നിങ്ങളിലേക്ക് വന്ന് ചേരുന്നതുമാണ്. തർക്കങ്ങളിലും മത്സരങ്ങളിലും വിജയങ്ങൾ നേടും. പല കാര്യങ്ങളിലും നിങ്ങൾക്ക് തന്നെ വിജയങ്ങൾ നേടുവാൻ സാധിക്കും വിധം വാക്കുകൾ കൊണ്ടുള്ള വാഗ്വാദങ്ങളിൽ നിങ്ങൾ വിജയിക്കുന്നതാണ്. അത്തരത്തിൽ വളരെയധികം നേട്ടങ്ങൾ നിങ്ങൾക്ക് സ്വന്തമാക്കുവാൻ സാധിക്കും. തൊഴിൽപരമാകാം, ബിസിനസ് പരമാകാം, അല്ലെങ്കിൽ വിദ്യയുമായി ബന്ധപ്പെട്ടാകാം. ഇത്തരത്തിൽ നിങ്ങൾക്ക് വിജയിക്കുവാൻ സാധിക്കുന്നതായ ഒരു വർഷമാണ് 2025 എന്ന് മനസ്സിലാക്കുക. അനുബന്ധമായ ബിസിനസ്സുകൾ തുടങ്ങുവാനുള്ള അവസരങ്ങൾ വന്നു ചേരും. നിങ്ങളുടെ ജീവിതത്തിൽ വളരെ ആഗ്രഹിക്കുന്നതായ ചില കാര്യങ്ങൾ നിങ്ങൾക്ക് തുടങ്ങുവാൻ സാധിക്കുന്നതായ സമയമാകുന്നു. അത് വിപുലീകരിക്കുവാൻ സാധിക്കുന്ന സാഹചര്യങ്ങളും 2025 നിങ്ങൾക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. അതിനാൽ പല വ്യക്തികളും നിങ്ങളെ കൈയൊഴിഞ്ഞാൽ പോലും നിങ്ങൾക്ക് സ്വയം നേട്ടങ്ങൾ കൊയ്യുവാൻ സാധിക്കും. നിങ്ങൾക്ക് സ്വയം ചിന്തിച്ച് പ്രവർത്തിക്കാനും മറ്റുള്ളവരുടെ പിന്തുണ, പ്രതീക്ഷിക്കാത്തതായ പിന്തുണ നേടിയെടുക്കുവാൻ, ആർജിക്കുവാൻ സാധിക്കുന്നതായ സമയം കൂടിയാണ് 2025. സാമ്പത്തികപരമായി പലവിധ പ്രയാസങ്ങൾ നിങ്ങൾക്കുണ്ടാകാം. അത്തരം പ്രശ്നങ്ങളെ തരണം ചെയ്യുവാനും അനുകൂലമായ ഫലങ്ങൾ കൊണ്ടുവരുവാനും സാധിക്കുന്നതായ വർഷമായി തന്നെ 2025 മാറും. ധനപരമായ നേട്ടങ്ങൾ, ഒന്നിൽ കൂടുതൽ ധനസ്രോതസ്സുകളിൽ നിന്നും ധനം കൈകളിലേക്ക് വന്നു ചേരുക തുടങ്ങിയ കാര്യങ്ങൾ സംഭവിക്കാവുന്നതാണ്. സാമ്പത്തികപരമായ നിങ്ങൾക്കുള്ള പ്രശ്നങ്ങൾ, ആ കോട്ടങ്ങൾ പരിഹരിക്കുവാൻ സാധിക്കുന്നതായ ഒരു വർഷമായി തന്നെ 2025 മാറാവുന്നതാണ്. കുടുംബാംഗങ്ങളുമായുള്ള പ്രശ്നങ്ങൾ നിങ്ങൾക്കുണ്ട്. അത് പലപ്പോഴും നിങ്ങളുടെ ജീവിതത്തിൽ വലിയ വിഷമങ്ങൾക്ക് കാരണമാകുന്നു എന്നതാണ് വാസ്തവം. കാരണം പല ദുഃഖ ദുരിതങ്ങൾക്കും അത് കാരണമായി തീരുന്നു. ശരിയായ രീതിയിൽ ചിന്തിക്കാൻ, പ്രവർത്തിക്കാൻ സാധിക്കാത്തതായ അവസ്ഥ, അതെല്ലാം പരിഹരിക്കുവാൻ സാധിക്കും. കുടുംബത്തിൽ ഐക്യം വർദ്ധിപ്പിക്കുവാൻ സാധിക്കും. കുടുംബാംഗങ്ങൾ തമ്മിലുള്ള സന്തോഷകരമായ നിമിഷങ്ങൾ വന്നു ചേരുവാനുള്ള സാധ്യതകൾ 2025 വളരെ കൂടുതൽ തന്നെയാകുന്നു. ദാമ്പത്യ ജീവിതത്തിലെ പ്രശ്നങ്ങൾ അത് രമ്യതയിൽ പരിഹരിച്ച് മുന്നോട്ട് കൊണ്ടുപോകുവാൻ സാധിക്കുന്നതായ ഒരു വർഷമായി തന്നെ മാറും. പരിഹരിക്കുവാൻ സാധിക്കാത്തതായ പ്രശ്നമില്ല എന്ന് മനസ്സിലാക്കുവാൻ 2025 നിങ്ങൾക്ക് അനുകൂലമായി, അല്ലെങ്കിൽ അത്തരം ചിന്തകൾ മനസ്സിലേക്ക് കൊണ്ടുവരുന്നതാണ്, ബോധ്യപ്പെടുന്നതായ വർഷമായി മാറും. ഏപ്രിൽ മുതൽ കണ്ടകശനി ആകുകയാൽ ഇടപാടുകളിൽ വളരെയധികം കണിശത പുലർത്തേണ്ടതായിട്ടുണ്ട്. ഏത് കാര്യമാണ് എങ്കിലും അത് അനുകൂലമാകുന്നതായ കാര്യവുമാകാം, നിങ്ങൾ ഉറപ്പിച്ചതായ കാര്യങ്ങളാകാം. എന്നിരുന്നാലും ശ്രദ്ധ പുലർത്തുക. ഒരിക്കലും അശ്രദ്ധമായി ഒരു കാര്യവും ചെയ്യാൻ പാടുള്ളതല്ല. മറ്റുള്ളവർ മോഹനമായ വാഗ്ദാനങ്ങൾ നൽകാം, നിങ്ങൾക്ക് ഉറപ്പ് നൽകി എന്ന് വരാം. എന്നിരുന്നാലും ശ്രദ്ധ പുലർത്തുക. സ്വയം ചിന്തിക്കേണ്ടത് അനിവാര്യമാണ്. തങ്ങൾക്ക് അനുകൂലമാണ് എന്ന് ഉറപ്പാക്കിയതിനു ശേഷം മാത്രമേ അത്തരം കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് പോകുവാൻ പാടൂ. ഈ സമയം സാമ്പത്തിക കാര്യങ്ങളിൽ അല്പം കൂടി ശ്രദ്ധ പുലർത്തുക. സാമ്പത്തിക വിനിയോഗം ശരിയായ രീതിയിലാണ് എന്ന് ഉറപ്പുവരുത്തേണ്ടതും അനിവാര്യം തന്നെയാകുന്നു. ധനവിനിയോഗത്തിൽ ശ്രദ്ധ പുലർത്തണം എന്ന് തന്നെ പരാമർശിക്കാം. തൊഴിൽ തേടുന്നവരാണ് എങ്കിൽ സ്ഥിര വരുമാനം ഉണ്ടാകുവാൻ സാധ്യതയുള്ള തൊഴിൽ ലഭിക്കുന്നതാണ്. നിങ്ങൾ വിചാരിക്കുന്നതായ അവസരത്തിൽ തന്നെ ആഗ്രഹിക്കുന്നതായ തൊഴിൽ ലഭിക്കണം എന്നില്ല. എന്നാൽ നിലവിൽ താൽക്കാലിക ജോലിയിൽ നിന്നുകൊണ്ട് തന്നെ
പരിശ്രമിക്കുകയാണ് എങ്കിൽ അത് നിങ്ങൾക്ക് സാധിക്കുന്നതായ കാര്യങ്ങൾ അനുകൂലമായി ഭവിക്കും എന്ന കാര്യം പ്രത്യേകം ഓർക്കുക. അതായത് നിങ്ങൾക്ക് സാധിക്കും എന്ന ഒരു ചിന്ത മനസ്സിലേക്ക് കടന്നു വരും. നിങ്ങൾക്കതിനാൽ ഇഷ്ടപ്പെട്ട ജോലിയും സ്വന്തമാക്കുവാൻ സാധിക്കും. ഒരിക്കലും തളരരുത് എന്ന കാര്യം പ്രത്യേകം ഓർക്കുക. അവിവാഹിതരായ വ്യക്തികളാണ് എങ്കിൽ വിവാഹവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നീണ്ടുപോകുന്നു എങ്കിൽ തീർച്ചയായും ഈ വർഷം അനുകൂലം തന്നെയാകുന്നു. വിവാഹം നടക്കുവാനുള്ള സാധ്യതകൾ വർദ്ധിച്ചിരിക്കുന്നു എന്ന് തന്നെ പരാമർശിക്കാം. വിദേശത്ത് തൊഴിൽ ചെയ്യുന്നവർക്ക് ഏറെ ഗുണകരമായ ഫലങ്ങളാണ് വന്നു ചേരുക. പല കാര്യങ്ങളുമായി ബന്ധപ്പെട്ടും വിദേശത്ത് തൊഴിൽ ചെയ്യുന്നവർക്ക് അനുകൂലമായ ഫലങ്ങൾ വന്നു ചേരും. ജോലിയിൽ ഉയർന്ന ശമ്പളം ലഭിക്കുക, അല്ലെങ്കിൽ സാഹചര്യങ്ങൾ നിങ്ങൾക്ക് അനുകൂലമായി തീരുക തുടങ്ങിയ കാര്യങ്ങൾ സംഭവിക്കാം. തൊഴിലുമായി ബന്ധപ്പെട്ട് ഉണ്ടായിരുന്നതായ പ്രശ്നങ്ങൾ അത് പരിഹരിച്ച് കഴിവുകൾ തെളിയിച്ച് മുന്നോട്ട് പോകുവാൻ സാധിക്കുന്നതായ അവസരങ്ങൾ പോലും വന്നു ചേരാം. കൂടാതെ വിദേശത്ത് തൊഴിൽ ആഗ്രഹിക്കുന്നവരാണ് എങ്കിൽ, അതിനുവേണ്ടി ശ്രമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നവരാണ് എങ്കിൽ 2025 തൊഴിൽ ലഭിക്കാനുള്ള സാധ്യതകൾ നിങ്ങൾക്ക് വളരെ കൂടുതൽ തന്നെയാകുന്നു. വർഷാദ്യം തൊഴിൽ മാറ്റത്തിനുള്ള സാധ്യതകളുണ്ട്. ഈ സമയങ്ങളിൽ തൊഴിൽ മാറാനുള്ള സാഹചര്യങ്ങൾ അനുകൂലമായി വരാം. അല്ലെങ്കിൽ അത്തരം പരിശ്രമങ്ങൾ നടത്തുന്നു എങ്കിൽ കാര്യങ്ങൾ അനുകൂലമായി ഭവിക്കാം. സ്ഥലം മാറ്റം, ദൂരയാത്രകൾ, വിദേശയാത്രകൾ തുടങ്ങിയ യാത്രകൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നു ചേരാം. സ്ഥലം മാറ്റം നിങ്ങൾ ആഗ്രഹിക്കുന്നതോ അല്ലാതെയോ ആകാം. അതിനാൽ അത്തരം കാര്യങ്ങൾ സംഭവിക്കാം. ദൂരയാത്രകൾ സംഭവിക്കുന്നു എങ്കിൽ പോലും ആ യാത്രകൾ നിങ്ങൾക്ക് അനുകൂലമായി ഭവിക്കാവുന്നതുമാണ്. തൊഴിൽ ശ്രദ്ധയോടെ നീങ്ങിയില്ല എങ്കിൽ തൊഴിൽ തടസ്സങ്ങൾ വന്നു ചേരാം. കൂടാതെ സഹപ്രവർത്തകരിൽ നിന്നും നിസ്സഹകരണം നിങ്ങൾക്ക് വന്ന് ചേരാവുന്നതുമാണ്. അതിനാൽ അത്തരം കാര്യങ്ങളിൽ അല്പം കൂടി ശ്രദ്ധ പുലർത്തണം. എന്നാൽ ശ്രദ്ധയോടെ നീങ്ങുകയാണ് എങ്കിൽ ഇത്തരം പ്രശ്നങ്ങൾ പരിഹരിക്കുവാനും ശാശ്വതമായ പരിഹാരം തന്നെ കണ്ടെത്തുവാനും നിങ്ങൾക്ക് സാധിക്കും. കൂടാതെ പെട്ടെന്ന് തീരുമാനങ്ങൾ എടുക്കുവാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാകുന്നു. അത് നിങ്ങൾക്ക് തിരിച്ചടികൾ സമ്മാനിക്കും. ധനനഷ്ടവും മറ്റു നഷ്ടങ്ങളും ജീവിതത്തിലേക്ക് കടന്ന് വരുന്നതിന് അത് കാരണമായി തീരാം. അതിനാൽ പെട്ടെന്ന് എടുക്കേണ്ടതായ തീരുമാനങ്ങളാണ് എങ്കിൽ പോലും ഒന്നിലധികം തവണ ചിന്തിച്ചതിന് ശേഷം മാത്രം തീരുമാനങ്ങൾ കൈക്കൊള്ളുക. അതല്ല എങ്കിൽ നിങ്ങൾക്കത് മാനഹാനി വന്നു ചേരുന്നതിന് പോലും കാരണമായി തീരാം. മെയ്ക്ക് ശേഷം തൊഴിലിൽ വലിയ മാറ്റങ്ങൾ തന്നെയാണ് വന്നു ചേരുക. തൊഴിൽപരമായി ഉയർച്ച വളരെയധികം പ്രതീക്ഷിക്കാവുന്ന സമയമായി തന്നെ മാറാം. സ്ഥാനക്കയറ്റം നിങ്ങൾക്ക് ലഭിക്കാം. തൊഴിൽപരമായി ഈ സമയം തൊഴിൽ ലഭിക്കാനുള്ള സാധ്യത വളരെയധികം വർദ്ധിക്കുന്നതായ സമയമാകുന്നു. ആഗ്രഹിക്കുന്ന തൊഴിൽ തന്നെ ലഭിക്കാം. അതിനുള്ള ശ്രമങ്ങൾ നടത്തുകയാണ് എങ്കിൽ അത് വിജയം കാണും എന്ന കാര്യം പ്രത്യേകം ഓർക്കുക. തുടക്കത്തിൽ ചെറിയ തടസ്സങ്ങൾ വന്നു ചേർന്നു എന്ന് വരാം. എന്നാൽ ആ തടസ്സങ്ങളെ തരണം ചെയ്ത് തൊഴിൽ നിങ്ങൾക്ക് സ്വന്തമാക്കുവാൻ സാധിക്കും എന്ന കാര്യം പ്രത്യേകം ഓർക്കുക. പങ്കാളിക്ക് തൊഴിൽ ലഭിക്കാനുള്ള സാധ്യതകളുണ്ട്. കൂടാതെ പങ്കാളിക്ക് സ്ഥാനക്കയറ്റം, അനുകൂലമായ കാര്യങ്ങൾ സംഭവിക്കാവുന്നതുമാണ്. അത്തരത്തിലും ജീവിതത്തിലേക്ക് സന്തോഷം കടന്നു വരാം. പങ്കാളിയുമായി ബന്ധപ്പെട്ടും സന്തോഷകരമായ നിമിഷങ്ങൾ വന്നു ചേരാം. ചെറിയ പൊട്ടിത്തെറികൾ ഉണ്ടാകും എങ്കിൽ പോലും അത് നിങ്ങൾക്ക് തരണം ചെയ്യുവാൻ സാധിക്കുന്നതായ പ്രശ്നങ്ങളാകും. എന്നാൽ അത്തരം കാര്യങ്ങൾ പൂർണ്ണമായും ഒഴിവാക്കി നിങ്ങൾ മുന്നോട്ട് പോകേണ്ടത് അനിവാര്യം തന്നെയാകുന്നു. പൊതുവിൽ 2025 എന്ന പുതുവർഷത്തിൽ തിരുവാതിര നക്ഷത്രക്കാർക്ക് ഈ കാര്യങ്ങൾ അവരുടെ ജീവിതത്തിൽ സംഭവിക്കാം. പരാമർശിച്ചിരിക്കുന്നത് പൊതുഫലപ്രകാരമാണ് എന്ന കാര്യം പ്രത്യേകം ഓർക്കുക.